ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 6-7 ഹോട്ടലിൽ നിർത്തി, ചായ ഇല്ല. എന്തേ? ഗ്യാസില്ല. സുബ്ഹാനല്ലാഹ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ ഔദാര്യമില്ലെങ്കിൽ ഭാരതത്തിൽ ഗ്യാസും പെട്രോളും വരില്ല. ലോകത്തെ സ്തംഭിപ്പിച്ചു കളയാൻ ഇറാന് സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളൊക്കെ ട്രോളി, അത് സൗദി അറേബ്യയിൽ 2 മിസൈല് പൊട്ടിയ, അത് ഖത്തറിൽ എന്തെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിച്ച, അത് കുവൈറ്റിൽ എന്തെങ്കിലും ഒരു വാണം വിട്ടാൽ ഞങ്ങൾ ഇന്ത്യയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പ്രസംഗിച്ചു വിട്ടവരുണ്ട്. അവരാണ് അറിയേണ്ടത്. ഒരു ചെറിയ ഗ്യാസിന്റെ ക്ഷാമം വന്നപ്പോൾ ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയാണ് ഭാരതത്തില്. ഗുജറാത്തിലും ഉത്തർപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും 100 കണക്കിന് ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെങ്കില് പെട്രോളിയം ഇല്ലാതെയായാൽ ഇന്ത്യയിലേക്ക് വരുന്ന 85% പെട്രോളിയം ഹോർമൂസ് കടലിലൂടെ ഇറാന്റെ ഔദാര്യത്തിൽ വേണം കടന്നു വരാൻ. അമേരിക്ക വയ്യാപ്പുണ്ടായിട്ട് കാര്യമില്ല, ഇസ്രയേൽ മുത്തപ്പൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു തുള്ളി എണ്ണ ഇവിടെ കിട്ടണോ? ഇറാന്റെ ഔദാര്യം വേണോ? ഗൾഫ് നാടുകളിൽ ഈ വഴിയിലൂടെ ഇവിടെ കടന്നു വരണോ? ഗൾഫ് നാടുകളുടെ എണ്ണയില്ലെങ്കിൽ ഇവിടുത്തെ സ്തംഭിപ്പിക്കും. ഇവിടുത്തെ ലോറി ഓടില്ല, ഇവിടുത്തെ കാർ ഓടില്ല, ഇവിടുത്തെ വിമാനം പറക്കില്ല, ഇവിടുത്തെ കച്ചവടം നടക്കില്ല, ഇവിടെ സ്തംഭനമുണ്ടാകും, രാജ്യത്തെ അരക്ഷിതാവസ്ഥയുണ്ടാകും. മനസ്സിലാക്കണം നിങ്ങള്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് അഭിമാനം, അല്ലാഹുവിന്റെ റസൂലിനാണ്, മുഅ്മിനീങ്ങൾക്കാണ്. ലോകത്തിലെ 63 ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് മോനെ. ഇങ്ങോട്ടോക്ക് എത്ര? 63 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്. ലോകത്തൊരു മതത്തിനും 63 രാജ്യമില്ല. ഇസ്ലാം മതത്തിനല്ലാതെ ലോകത്തൊരു മതത്തിനും 63 രാഷ്ട്രങ്ങളുള്ള മതം ലോകത്ത് ഇസ്ലാം അല്ലാതെ ഇല്ല. 63 രാഷ്ട്രങ്ങൾ ഇസ്ലാമിലുണ്ട്. ലോകത്ത് 240 ചില്ലാനം കോടി ജനങ്ങളുണ്ട് ലോകത്ത് മുസ്ലിമീങ്ങള്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ മുസ്ലിമാണ്. ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ മുസ്ലിമാണ്. ആരാന്നറിയോ? ബ്രൂണോ സുൽത്താൻ റളിയല്ലാഹു അൻഹു എന്നൊന്നും പറയണ്ട കേട്ടോ. ഏതേ സുൽത്താൻ എന്ന് കേൾക്കുമ്പോഴേക്കും റളിയല്ലാഹു അൻഹു എന്ന് പറയരുത്. സുൽത്താനുൽ ആരിഫീൻ, അത് റിഫായി ഷേഖിന്റെ പേരാ. ആ സുൽത്താനല്ല, ഈ സുൽത്താൻ. ബ്രൂണോ സുൽത്താൻ എന്ന് പറഞ്ഞാൽ മലേഷ്യന്റെ അടുത്ത് കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപാണ് ബ്രൂണോ. അവിടുത്തെ ഭരണാധികാരിയുടെ പേരാണ് ബ്രൂണോ സുൽത്താൻ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ആലയത്തിൽ 700 ചില്ലാനം റോൾസ് റോയ്സ് വണ്ടികളുണ്ട്. ഒരു റോൾസ് റോയ്സിന് തന്നെ എത്ര കോടി വരണം? അപ്പൊ 700 ചില്ലാനം റോൾസ് റോയ്സ് വണ്ടികൾ. അദ്ദേഹത്തിന്റെ വീട്ടിലെ ക്ലോസറ്റ് 24 കാരറ്റ് സ്വർണത്തിലാണ് അദ്ദേഹം 2-നും 1-നും പോണത്. നമ്മളൊക്കെ ഇരിക്കുന്ന ക്ലോസറ്റിന് 10, 15, 25, 50 അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം വിലയാണെങ്കിൽ ഫരാരിയുടെ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ വലിയ വലിയ വിലപിടിപ്പുള്ള കമ്പനിയുടെ ക്ലോസറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രൂണോ സുൽത്താൻ അപ്പിടണ ക്ലോസറ്റ് 24 കാരറ്റ് സ്വർണത്തിന്റെ ക്ലോസറ്റാണ്. അദ്ദേഹത്തിന്റെ വാഷ് ബേസിൻ സ്വർണമാണ്. അദ്ദേഹത്തിന്റെ എല്ലാം സ്വർണത്തിൽ മുക്കിയിരിക്കുകയാണ്. അത്ര വലിയ കോടീശ്വരന്റെ പേര് മുസ്ലിമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമിന്റെ കയ്യിലാണ്. 63 രാജ്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. പെട്രോളിയത്തിന്റെ ഉറവിടം ഒട്ടുമിക്കയും മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. ലോകത്തിലെ ഏറ്റവും ഗ്യാസുള്ള 2ാമത്തെ രാജ്യം ഖത്തറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസുള്ള രാജ്യം ഖത്തറാണ്. ലോകത്തിലെ ഏറ്റവും പെട്രോളുള്ള 1ാമത്തെ രാജ്യം സൗദി അറേബ്യയാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു നമുക്ക് അവന്റെ നിഅമത്ത് വാരി വിതറി തന്നിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. എവിടെയാണ് നമ്മൾ മോശക്കാരായത്? എവിടെയാണ് നമ്മൾ മുഅ്മിനാവാത്ത കാലത്താണ് നമ്മൾ മോശക്കാരായത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വഅൻതുമുൽ അഅലൂൻ, ലോകത്തെ എക്കാലത്തും ഉന്നതിൽ നിങ്ങളാണ്. ലോകത്തെ എക്കാലത്തും ഉന്നതന്മാർ നിങ്ങളാണ്. നിങ്ങൾ ആരാവണം? മിൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് വലിയവര്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു റഷ്യക്കും പറ്റൂല, ഒരു ചൈനക്കും പറ്റൂല, ഒരു ഇസ്രയേലിനും പറ്റൂല, ഒരു അമേരിക്കക്കും പറ്റൂല. 63 ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇസ്രയേൽ ലോകത്തിലുണ്ട്. ഇസ്രയേലിനെ തോൽപ്പിക്കാനേ രാസായുധം വേണ്ട, ന്യൂക്ലിയറും വേണ്ട, ആറ്റം ബോംബും വേണ്ട. ഒറ്റ കാര്യം വേണ്ടു. 63 ഇസ്ലാമിക രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ ഒരു ദിവസം
സുബഹിക്ക് നേരത്തെ നീച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഇസ്രയേലിൻ്റെ നേരെ തിരിഞ്ഞിക്കുക, എന്നിട്ട് ഒന്നങ്ങോട്ട് മൂത്രമൊഴിക്കുക. ഈ 63 രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരൊറ്റ മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാനുള്ള ചുക്കുള്ളൂ 10-12 കോടി യഹൂദികൾ ലോകത്തിട്ടോ. ഒന്നുമില്ല, ആളെ പിപ്പിരിയാക്കുകയാണ്. മുസ്ലിമേ, നമ്മൾ ഐക്യമില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ നമ്മുടെ തലക്ക് വെച്ച് കെട്ടുന്നത് കേട്ടോ. അള്ളാഹു തരേണ്ടതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പണം തന്നു, അന്തസ്സ് തന്നു, അഭിമാനം തന്നു, ആളെ തന്നു, രാജ്യം തന്നു, സംവിധാനങ്ങൾ തന്നു. നമ്മളത് ദുരുപയോഗം ചെയ്തതിന്റെ പേരിലാണ് നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി കൊണ്ടിരിക്കുന്നത്.